ഈ ആലത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനമൊക്കെ കുറച്ച് വൈകി. ഇത് എന്തെങ്കിലും തരത്തിൽ പ്രചരണത്തെ ബാധിക്കുന്നു തോന്നുന്നു? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ആദ്യഘട്ടത്തിൽ A+ എന്നൊക്കെ പറയാവുന്ന മണ്ഡലങ്ങളിൽ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. ആലത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് വൈകി പോകുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോൾ ഇന്നാണ് ടീച്ചർ ഈ മേഖലയ്ക്ക് ഒന്നുകൂടി സജീവമായിട്ട് വന്നിരിക്കുന്നത്. അല്ല, ഞാൻ ഈ മേഖലയിൽ ഇന്നായിരിക്കും സജീവമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഒരാളല്ലേ ഉള്ളൂ. ഒരാൾ ഈ ഏത് മണ്ഡലത്തിലായാലും ഓരോ വ്യക്തികൾക്ക് ഓരോ സ്ഥലത്തല്ലേ ഒരു ദിവസം പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ദിവസം എല്ലാ സ്ഥലത്തും കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വൈകി പോയത് കൊണ്ട് നമ്മൾക്ക് എങ്ങും പോകാൻ പറ്റില്ലെന്നോ എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കില്ലെന്നോ നമ്മുടെ വിജയത്തിനെ അത് ബാധിക്കുമെന്നോ അങ്ങനെയുള്ള യാതൊരു ആകുലതകളും എനിക്കില്ല. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയതാണ് ഈ പ്രവർത്തനങ്ങൾ. നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയതാണ്. ഞാൻ ചെന്നിട്ടുള്ള ഓരോ സ്ഥലത്തും എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ്. ജനങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. അത് എൻ്റെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അവിടെയുള്ള ജനങ്ങളടക്കം. കാരണം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇനിയും മോദിജിയിൽ കൂടെ മാത്രമേ അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിടുന്നെന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു വിടുന്നതും അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിടുക തന്നെയാണ്. അപ്പോൾ അതിൽ കൂടെ മാത്രമേ ഇനി നമ്മുടെ നാടിന് രക്ഷയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു പരിഭവവുമില്ല. അതിലെനിക്ക് ഒരു തരിമ്പ് പോലും അത് സമയം കുറഞ്ഞു പോയെന്നോ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് 3 മാസം മുമ്പേ കിട്ടിയല്ലോ, എനിക്ക് കുറച്ചേ കിട്ടിയുള്ളല്ലോ, അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള ഒന്നുമില്ല. കാരണം എനിക്ക് ഒട്ടും തന്നെ വിശ്വാസക്കുറവില്ല. ഞാൻ ജയിക്കുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഈ കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലമാണ് ആലത്തൂർ. നമുക്കറിയാം, നെൽ കർഷകർ, ക്ഷീര കർഷകർ, കേര കർഷകരൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ കാലങ്ങളിലേക്കും ഇടത് വലത് മുന്നണികൾ മാറി പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ്. ഇവിടെ പൊതുവായിട്ടുള്ള വികസന പരിപ്രേക്ഷ്യത്തെ ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പല സ്ഥലത്ത് പോയപ്പോഴും ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 30 കൊല്ലത്തിന് മുകളിലായിട്ട് പാലക്കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. 25 കൊല്ലം പാലക്കാട് വിക്ടോറിയ കോളേജിലത്തെ അധ്യാപികയായിരുന്നു. പിന്നീട് അവിടെ പ്രിൻസിപ്പലായിട്ട് ഇരുന്നിട്ടുണ്ട്. പാലക്കാട് എനിക്ക് വീടുണ്ട്. അപ്പം ഞാൻ പാലക്കാടുമായിട്ട് നിരന്തരം സമ്പർക്കമുള്ള ആളാണ്. പാലക്കാട് ഞാൻ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പാലക്കാട്ടെ പ്രശ്നങ്ങളെല്ലാം അറിയാം. ആരും പറയാതെ തന്നെ എനിക്കറിയാം. പിന്നെ ഇപ്പം ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പലരും പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ കൃഷി, കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. ആ കേരളത്തിൻ്റെ നെല്ലറയായിട്ടുള്ള ആ നെല്ലറയിൽ നിന്ന് വരുന്ന നെല്ലാണ്, ആ അരിയാണ് നമുക്കെല്ലാവർക്കും കേരളത്തിൽ മൊത്തം നമുക്ക് ഉണ്ണാൻ കിട്ടുന്ന അരിയെന്ന് പറയുന്നത്. ആ കൃഷി തകരാറിലായി. നെല്ല് വാങ്ങാൻ ആളില്ല, വാങ്ങിയ കാശ് കൊടുക്കാൻ ഇല്ല. പിന്നെ കൃഷി ചെയ്യാൻ വെള്ളമില്ല. പലരും വെള്ളമില്ലാതെ ഈ കൃഷി ഉണങ്ങിപ്പോയത് കത്തിച്ച് കളഞ്ഞ സംഭവം നമ്മൾ പേപ്പറിൽ കണ്ടതാണ്, വായിച്ചതാണ്. അത് പിന്നെ കുടിവെള്ളമില്ല ആൾക്കാർക്ക്. വീടില്ലാത്ത ആൾക്കാരുണ്ട്. കാരണം വീട് കൊടുക്കാം എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം വന്യമൃഗശല്യങ്ങളുണ്ട്. ഈ വക കാര്യങ്ങൾക്കൊക്കെ ഇതിപ്പോൾ ഒരു ദിവസം തുടങ്ങിയ പ്രശ്നമല്ല. ഈ പറഞ്ഞ പ്രശ്നം, ഒരു കൃഷി നശിച്ച് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ദിവസം തുടങ്ങിയ പ്രശ്നമാണോ? ഒരു വർഷം കൊണ്ട് തുടങ്ങിയ പ്രശ്നമാണോ? അല്ല. ഇവിടെ വെള്ളമില്ലാതായി എന്ന് പറയുന്നത്, ഇവിടുത്തെ കൃഷി നശിച്ചു തുടങ്ങിയെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. ഈ വർഷങ്ങൾക്ക് മുമ്പ് എത്ര കാലം ഇവിടുത്തെ ഇടതും വലതും ഇവിടെ മാറി ഭരിച്ചു. എന്നിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാനായിട്ട് അവരാരെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തില്ല. ഒരു പ്രശ്നം തുടങ്ങുമ്പോഴാണ് അതിന് പരിഹാരം കാണാനും നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടല്ല നമ്മൾ പരിഹാരം കാണാൻ നോക്കേണ്ടത്. അപ്പം നമ്മൾ ഇത്രയും കാലം പരീക്ഷിച്ചു, മാറി ഇവരെ 2 കൂട്ടരെയും പരീക്ഷിച്ചു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ MP ആണെങ്കിൽ എത്രയോ കോടികളുടെ ഇവിടെ പ്രവർത്തനം നടത്തിയതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്ലെയിം എടുക്കുന്നുണ്ട്. എനിക്ക് ഒരു വ്യക്തിയെ പോലും ഞാൻ വ്യക്തിപരമായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കുറ്റം പറയുന്നില്ല. കാരണം രമ്യ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയാണ്. എൻ്റെ ഒരു മകളാകാനുള്ള പ്രായമൊക്കെ തന്നെ ഉള്ളൂ. രാധാകൃഷ്ണനാണെന്നുണ്ടെങ്കിലും എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ്. ഞാൻ ഇവരെ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ അവരുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് നമ്മളിപ്പോൾ
അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ക്ലിയറാണ് അങ്ങനെ ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മോദിജിയാണ്, ഇനി വരാൻ പോകുന്നത് മോദിജി തന്നെയാണ്. അപ്പോൾ ആ മോദിജിയുടെ അടുത്തേക്ക് ആര് പോയാലാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക? മോദിജി എന്താണ് വിചാരിക്കുന്നത്? സബ്കാ സാത്ത് സബ്കാ വികാസാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികാസം. അതിന് രമ്യ പോയാൽ നടക്കുമോ? അല്ലെങ്കിൽ രാധാകൃഷ്ണൻ പോയാൽ നടക്കുമോ? ഈ രണ്ടു കൂട്ടർ എന്തെങ്കിലും കാര്യം ഇവിടെ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഒരു പോയാൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, സരസു പുതിയ ആളല്ലേ, അവൾ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ എന്താ ചെയ്തത്? 60 കൊല്ലം ഭരിച്ച ഒരു പാർട്ടിയുടെ ആളാണ് രമ്യ. ഈ 60 കൊല്ലം കൊണ്ട് ഇന്ത്യയെ കുട്ടിച്ചോറാക്കിയ ഒരു ദരിദ്ര രാജ്യം, നമ്മുടെ ലോകത്തിന് മുമ്പിൽ ഒരു ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അവരുടെ സ്ഥാനാർത്ഥിയാണ് രമ്യ. പിന്നെ നമ്മുടെ CPM എന്ന് പറയുന്ന രാധാകൃഷ്ണൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്ട് 35 കൊല്ലം ബംഗാൾ ഭരിച്ചിട്ട് എന്താക്കി? 35 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ച ബംഗാളിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ബംഗാളികൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടാണ് പണിയെടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയാണ് അവർ ബംഗാൾ ഡെവലപ്പ് ചെയ്തത്. പിന്നെ നമ്മുടെ കേരളം ഇനിയിപ്പോൾ അവിടെ മാത്രമാണ് ഉള്ളത്. ഈ കേരളം ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ എന്തായി തീർന്നിരിക്കുകയാണ്? നമ്മൾ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല, അത് പോട്ടെ, പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ മിനിമം ഒരാൾക്ക് ജീവിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് മരുന്ന് വാങ്ങിക്കാനെങ്കിലും അവരെ ആശ്രയിക്കുന്ന ഒന്നാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മറിയാമ്മ ചേട്ടത്തി തെണ്ടാൻ പോയത്, എന്നിട്ട് അവരെപ്പറ്റി എന്തെല്ലാം നുണകൾ പറഞ്ഞു. അവരുടെ മക്കളൊക്കെ വേറെ ഫോറിൻ കൺട്രീസിലുണ്ട്, അവർക്ക് ഏക്കർ കണക്കിന് സ്വത്തുണ്ട് എന്നെല്ലാം നുണ പറഞ്ഞ് നമ്മൾ കണ്ട കാര്യമാണ്. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്ത് നമ്മളെ ഏത് കുഴിയിലാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പണി ശരിയരുത് കേട്ടോ, ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ. പറയട്ടെ. കഴിഞ്ഞ ദിവസമാണ് മോദിജിയുടെ വിളി വന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ വിളി വന്നിട്ടുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ BJP നേതാക്കന്മാരുണ്ടായിരിക്കാം, പക്ഷേ സ്ഥാനാർത്ഥികളുണ്ടാവില്ല. പൊതുവെ മോദിജി എന്താണ് പറഞ്ഞത്? സരസ്വജി സുഖമാണോ എന്നൊക്കെ ചോദിച്ച് എന്താണ് കൂടുതലായിട്ടും പറഞ്ഞത്? അത് നിങ്ങളെല്ലാവരും കേട്ട കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി എന്തിനാ എന്നോട് ചോദിക്കുന്നത്? സരസ്വജി സുഖമാണോ എന്ന് ചോദിച്ചു, ഞാൻ സുഖമാണെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര എക്സൈറ്റഡായി അത് കേട്ടിട്ട്. കാരണം എന്നെപ്പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അപ്രതീക്ഷിതമായിട്ടുള്ള എത്ര എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടാക്കിയിരിക്കുമെന്ന് എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല. അത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് വാക്കുകളില്ല. ആദ്യം ഞാൻ പറഞ്ഞത് സുഖമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഇന്ന് എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് എനിക്കിന്നെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. എന്നെ പ്രധാനമന്ത്രി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എനിക്ക് എന്താണ് കിട്ടാനുള്ളത്? പ്രചാരണത്തെ പറ്റി എന്തെങ്കിലും കാര്യമായിട്ട് ചോദിച്ചു? പ്രചാരണത്തെ പറ്റിയൊക്കെ ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. സ്ത്രീ പ്രവർത്തകരുടെ സാന്നിധ്യം എങ്ങനെയുണ്ട്, അവരുടെ സഹകരണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അതെല്ലാം വളരെ നല്ല രീതിയിലുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ട്, സഹകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് എന്നോട് ചോദിച്ചത്? കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്ടറിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചത്. ആ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഉറപ്പ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്. എന്നടുത്ത് ഇങ്ങോട്ട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ MP ആയി വന്ന് എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അല്ലാതെ MP ആകുമോ എന്നല്ല ചോദിച്ചു. MP ആയി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലായിട്ട് ഇരിക്കുമ്പോൾ പോലും അതിനെപ്പറ്റി ചോദിച്ചായിരുന്നു കേട്ടോ. വിക്ടോറിയ കോളേജിൽ എനിക്കുണ്ടായ തിക്ത അനുഭവത്തെപ്പറ്റി ചോദിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്നതാണ്. പാലക്കാട് നേരത്തെ വന്നിട്ടുള്ള സമയത്ത് അദ്ദേഹം സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും അതിനെപ്പറ്റി അദ്ദേഹം ചോദിച്ചു. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. ചോദിച്ചു. അതിനെപ്പറ്റി ആ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതിനുശേഷമാണ് എന്നോട് ചോദിച്ചത് MP ആയി വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു MP ആയി വന്നു കഴിഞ്ഞാൽ ആലത്തൂർ മണ്ഡലത്തിൻ്റെ മൊത്തം, ആലത്തൂർ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ടോ എല്ലാത്തിൻ്റെയും, ആലത്തൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ ഒരു പേരായിട്ടാണ് പറയുന്നത്. ഇതിലിപ്പോൾ നമുക്കറിയാം ഈ സ്ഥലമൊക്കെ അതിൽ വരുന്ന ആണ്. കുറച്ച് ഭാഗം തൃശ്ശൂർ ജില്ലയിലും കുറച്ച് ഭാഗം പാലക്കാട് ജില്ലയിലുമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മൊത്തത്തിലുള്ള വികസനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിലുള്ള വികസനം അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാം ഞാൻ ചെയ്യും. അതിന് എനിക്ക് മോദിജിയുടെ ഗ്യാരൻ്റി ഉണ്ട്. ആ മോദിജിയുടെ ആ ഗ്യാരൻ്റിയിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുമെന്ന് എന്നുള്ള എൻ്റെ ഗ്യാരൻ്റിയാണ്. പിന്നെ മോദിജിക്ക് എന്താണ് വേണ്ടത്? അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞു, സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികാസമാണ് അദ്ദേഹത്തിന് വേണ്ടത്. അതുകൊണ്ട്
പിന്നെ എനിക്ക് വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, അല്ല പിന്നെ മറ്റേ ബാങ്കിൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. അതായത് നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ഈ സഹകരണ ബാങ്ക് തട്ടിപ്പെന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൂലിപ്പണി എടുത്ത് വരെ ഉണ്ടാക്കിയിട്ടുള്ള പൈസകൾ മുഴുവനും അവിടെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്, സഹകരണ ബാങ്കിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ആ പൈസ മുഴുവനും ഒരു മനസാക്ഷിയും ഇല്ലാതെ തട്ടിക്കൊണ്ട് പോയി വലിയ കോടീശ്വരന്മാരായ ആൾക്കാരാണ് ഇവിടുത്തെ CPM-ൻ്റെ ഒരുപാട് നേതാക്കന്മാർ. ഈ ബാങ്ക് ഭരിക്കുന്ന CPM-ൻ്റെ ആൾക്കാരെല്ലാവരും ഇന്ന് ഭയങ്കര കോടീശ്വരന്മാരാണ്. ഈ പൈസ മുഴുവനും അവർ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരുപാട് കംപ്ലൈൻറ്റുകൾ അതിനെപ്പറ്റി വരുന്നുണ്ട്. പലർക്കും ആ പൈസ കിട്ടാതെ ട്രീറ്റ്മെൻറ്റ് പോലും നടത്താതെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ആ ആൾക്കാരുടെ എന്തെങ്കിലും സ്വത്തോ വല്ലതും അവർ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര പൈസയാണോ ഇട്ടത് ആ പൈസകൾ മുഴുവനും അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള നടപടികൾ ഞാൻ എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടതാണ്. സ്പെസിഫൈ ചെയ്ത് ഇന്ന ബാങ്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഞാനൊരു ബാങ്കിൻ്റെ പേര് പറഞ്ഞില്ല, ഞാൻ സഹകരണ ബാങ്കുകളെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു ബാങ്കിൽ മാത്രമല്ല, ആണോ, ഒരു ബാങ്കിൽ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് സഹകരണ ബാങ്ക്, പ്രത്യേകിച്ചും ഈ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെല്ലാം തന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോ ബാങ്കിൻ്റെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ബാങ്കിൻ്റെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് ജനറലായിട്ടാണ് ഞാൻ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞത്. CPM ഭരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചർ വിക്ടോറിയ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അവിടെ നടന്ന സംഭവങ്ങൾ, പ്രതീകാത്മക ശവമഞ്ചം ഒരുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വയനാട്ടിലെ സിദ്ധാർത്ഥൻ്റെ മരണം, ഇതൊക്കെ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കുമോ BJP? പ്രചരണ വിഷയമാക്കുന്നുണ്ടല്ലോ, ആക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള അവിടുത്തെ എല്ലാവരും അവർ എന്നോട് ചോദിക്കരുത്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ ശവകുടീരത്തിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഈസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ആ എൻ്റെ ശവകുടീരമാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ മുറ്റത്ത് അവരുണ്ടാക്കിയത്. ഞാൻ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടല്ല ഈ ശവകുടീരം എനിക്ക് ഉണ്ടാക്കി തന്നത്. കാരണം CPM-ൻ്റെ ഇതിൽപ്പെട്ട കുറേ അധ്യാപക സംഘടനയിൽപ്പെട്ടവർ, പിന്നെ അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ SFI, ഇവരൊക്കെ പിന്നെ ചവിട്ടുന്ന ആ തുള്ളുന്ന താളത്തിന് ഞാൻ നിന്നില്ല തുള്ളാനായിട്ട്. അതാണ് അവർക്ക് പ്രശ്നമുണ്ടായത്. അങ്ങനെ ഞാൻ നിന്നിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല പൂവൊക്കെ തന്ന് എന്നെ ഇറക്കി വിട്ടേനെയായിരുന്നു ഇനി, അല്ലാതെ എനിക്ക് ശവകുടീരം തരത്തില്ലായിരുന്നു ഇനി. അപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, എനിക്ക് ഒരു പേടിയും തോന്നിയിട്ടില്ല. കാരണം ഞാൻ 25 കൊല്ലം വർക്ക് ചെയ്ത കോളേജാണ്. എൻ്റെ കൈവെള്ളയെക്കാട്ടിലും എനിക്കറിയാവുന്ന എൻ്റെ സ്വന്തം വീട് പോലെ ഞാൻ കരുതി. എന്നെക്കൊണ്ട് അവിടെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, പലതുള്ളി എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ അവാർഡ് എനിക്ക് തിരുവനന്തപുരത്ത് വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ് ആ അവാർഡ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയധികം ഒരുപാട് കാര്യങ്ങൾ ഞാൻ സാമൂഹ്യ സേവനങ്ങൾ ഒരുപാട്, ഞാൻ NCC ഓഫീസറും കൂടിയായിരുന്നു 22 കൊല്ലം, കമ്മീഷൻ്റെ NCC ഓഫീസറായിരുന്നു. ആ NCCയിൽ കൂടിയൊക്കെ ഞാൻ ഒരുപാട് സർവീസുകൾ ചെയ്തിട്ടുണ്ട്, സമൂഹ സേവനം ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. എന്നോട് ആരും പറഞ്ഞിട്ടല്ല, അത് ഞാൻ സ്വയം ചെയ്തതാണ്. എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് കുഴിമാടം ഉണ്ടാക്കി റീത്തും വെച്ച ആ കുഴിമാടത്തിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇത്ര വലിയൊരു സ്ഥാനം തന്ന ആളാണ് മോദിജി. അപ്പം ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ, ആ മോദിജിക്ക് മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ PFIയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPI കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് പിന്തുണ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ BJPക്ക് എന്താണ് പറയുന്നത്? ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് അവർ കഴിഞ്ഞൂന്ന്, അവരെപ്പറ്റി ഇനി പറയാനൊന്നും ഇല്ല. ആരവർക്ക് പിന്തുണ കൊടുത്താലും പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ദേ ആർ നോ മോർ. ഈ കേരളത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വളരെ പൊളാരിറ്റിയിൽ മുമ്പിൽ വരുന്ന ഇതാണ്. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഈ വന്നിട്ടുള്ള പൗരത്വ ഭേദഗതിയെ ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം തന്നെ മണിപ്പൂർ വിഷയങ്ങൾ, ഇതൊക്കെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ BJPക്ക് സാധിക്കൂ? എന്തുകൊണ്ട് സാധിക്കില്ല? ഈ ചോദ്യം തന്നെ ശരിയല്ല. കാരണം ഇവിടുത്തെ മൈനോറിറ്റി, അതായത് മെയിനായിട്ട് മുസ്ലിംസിനെ ഈ CPM പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഇപ്പോഴത്തെ പൗരത്വ ബില്ലിൻ്റെ കാര്യം നമ്മൾ തുടക്കം ഇട്ട സമയത്ത്, ഇപ്പോഴാണ് നടപ്പിലാക്കിയത്, അതിനെപ്പറ്റി ആദ്യം സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള 2 മുസ്ലിം എൻ്റെ സുഹൃത്തുക്കളാണ്, 2 പേര്, 2 സ്ത്രീകൾ. അവരിടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നതാണ്, ഞങ്ങൾ ഫ്രണ്ട്സാണ്. അങ്ങനെ ഒരു ദിവസം അവർ വീട്ടിൽ വന്നപ്പം ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഒരു ഭയങ്കര ഇതായിരിക്കുന്നിട്ട് പറയാം, ടീച്ചറെ ഞങ്ങളൊക്കെ എന്നാ ഇവിടുന്ന് പോകേണ്ടി വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ എവിടെ പോവുക?
എവിടെ പോകാമെന്ന് ചോദിച്ചു. അപ്പോഴവർ അതെ ഇതിപ്പോൾ ഇങ്ങനെ ഇത് വരികയല്ലേ, അപ്പം ഞങ്ങൾക്കൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമല്ലോ, ഞങ്ങൾ ഇപ്പോൾ പഴയ ആധാരങ്ങളും പഴയ പണ്ട് അവരുടെ തലമുറ പഴക്കമുള്ള ആധാരം അതൊക്കെ നോക്കുവാണ്, സ്ഥലം ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാണെന്ന് തെളിയിക്കണ്ടേ, അതിനുള്ള ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും തീരെ പറ്റുന്നില്ല, എന്നാ പോകേണ്ടി വരിക. ഞാനിത് കേട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടത്തരമായി പറയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്ത് മണ്ടത്തരമായി പറയുന്നത്? നിങ്ങളും ഞാനും ഒക്കെ ജനിച്ചത് ഈ ഇന്ത്യയിലാണ്, ഇതാണ് നമ്മുടെ സ്ഥലം, ഇവിടുന്ന് നമ്മളോട് ആരാണ് പോകാൻ പറയുന്നത്? നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് CPM അന്ന് മുതൽ സകല സ്ഥലത്തും ക്ലാസ്സുകൾ വെച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിങ്ങളെല്ലാം ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന്. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, മോദിജിയുടെ അജണ്ട സബ്കാ സാത്ത് സബ്കാ വികാസ്. ഈ സബ്ക എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാവരും എന്നാണ്. ആ എല്ലാവരിനകത്ത് ഇവർ വരില്ലേ, മുസ്ലിംസ് വരില്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനത്തെ രാജ്യമാണ്? മതേതര രാജ്യമാണ് അല്ലേ, ഒരു മതേതര രാഷ്ട്രമാണ്, മതേതരത്വമാണ് നമ്മളുടെ പോളിസി തന്നെ. അങ്ങനെ ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വേറെ അവരെ ഇവിടുന്ന് ഓടിക്കാൻ പോവുകയാണ്, ക്രിസ്ത്യാനികളെ മറ്റേ അവിടെ അത് ചെയ്യുക. അത് അവിടുത്തെ ഒരു ഇൻറ്റേർണൽ ഇഷ്യൂ ആണ് മണിപ്പൂരിൻ്റേതെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ഇഷ്യൂ മാത്രമാണ്. പിന്നെ ഇപ്പം ഈ നമ്മുടെ പൗരത്വ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് ഇവർ പറയുന്നത്, CPM പറയുന്നത്. അത് ഇവിടെ നടപ്പാക്കില്ല അത്ര. ഇവിടെ നടപ്പാക്കാൻ ആര് പറഞ്ഞു? അതിന് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അത് നമ്മുടെ നാട്ടിലേക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പൗരത്വം കൊടുക്കുകയാണ്, അല്ലാതെ ഇവിടെയുള്ള മുസ്ലിംസിനെ അങ്ങോട്ട് പറഞ്ഞയക്കാനാണ്, ഇവിടെ അവരെ ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു തെറ്റിദ്ധാരണ അവരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇവിടുത്തെ CPM ചെയ്യുന്നത്. ഭയങ്കര ക്രൂരതയാണത് ഇവരോട് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ വോട്ട് മേടിച്ച് ജയിച്ച് മിണ്ടാതിരുന്ന് തിന്നുക, അതിനുള്ള പരിപാടി മാത്രമാണത്. അത് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ കളിപ്പീരിൽ നിങ്ങൾ വീഴരുത്. അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ആ ചതിയിൽ നിങ്ങൾ പെടരുതെന്നാണ്, അത് നിങ്ങൾ വിശ്വസിക്കരുതെന്നാണ് എനിക്ക് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത്. ഞാനൊരു ജാതിയോ മതമോ അങ്ങനെയുള്ള ഒരു ഇതിലും ആരെയും കാണുന്ന ആളല്ല. ഒരു അധ്യാപികയായിരുന്നു. എൻ്റെ ഒരു വിദ്യാർത്ഥികളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ വിദ്യാർത്ഥികളെ ഒക്കെ വളരെ എല്ലാവരും എൻ്റെ മക്കളെ പോലെ കരുതിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് സ്വന്തം മക്കളില്ല. അപ്പോൾ ഇവരെയൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളത് അതാണ്, ഒരിക്കലും ഈ ചതിയിൽ നിങ്ങൾ വീഴരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ചു പ്രാദേശിക ചാനൽ നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജീവനക്കാരും ഈ തൊഴിൽ മേഖലയിലേക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും. റിലയൻസിനെ പോലെയുള്ള കുത്തകകൾക്ക് വേണ്ടി വഴിവിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നീക്കങ്ങൾ എന്ന് പറയുന്നു. ടീച്ചർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാൻ കാര്യം? ഈ ഒരു വിഷയം ഞാനിപ്പോഴാണ് ഇങ്ങനെ കേൾക്കുന്നത്. പക്ഷേ അത് എന്തായാലും ഒരു കൂട്ടരുടെ തൊഴിൽ നശിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനാണ് മോദിജി ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടരുടെ ഉപജീവന മാർഗം നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് വേണ്ട നടപടികൾ നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ MP ആയിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അതിന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും ഞാൻ എടുക്കുന്നതാണ്. നിങ്ങളൊരു പരാതി എനിക്ക് തരാം. ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം ഈ മണ്ഡലത്തെ പറ്റി. ഒറ്റപ്പാലമായിരുന്നപ്പോഴും ആലത്തൂരായിരുന്നപ്പോഴും BJPക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കാത്ത മണ്ഡലങ്ങളാണ്. ഇപ്പോൾ ലോക്സഭാ മണ്ഡലങ്ങളുടെ പൊതുവായിട്ട് കണക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പരിഗണിക്കുമ്പോൾ തൊട്ടടുത്തുള്ള തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ അങ്ങനെ ദൂരെ തിരുവനന്തപുരം ആയാലും ആറ്റിങ്ങലായാലും പത്തനംതിട്ട ആയാലും വലിയൊരു വോട്ടിംഗ് വേവ് ഉണ്ടാക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ. പക്ഷേ ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ ടീച്ചർക്കുണ്ടോ? ഉണ്ട്, 100% പ്രതീക്ഷയാണ്. പ്രതീക്ഷയല്ല, 100% ഉറപ്പാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കത്തില്ല, അതാണ് പ്രതീക്ഷ. അതല്ല, ഇത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഒന്ന്, ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല, രാഷ്ട്രീയക്കാരിയുടെ വെറും രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഒരു അധ്യാപിക, അതും വിക്ടോറിയ കോളേജ് പോലെ ഈ കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് കോളേജുകളാണുള്ളത്. അതിലൊരു കോളേജാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് വിക്ടോറിയ കോളേജ്. ആ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ഇരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു അധ്യാപിക, ആ നിലയ്ക്കാണ് ഞാൻ നിങ്ങളോടൊക്കെ ഇതൊക്കെ ചോദിക്കുന്നതും പറയുന്നതും. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരിയുടെ വാക്കുകളല്ല ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ കണ്ടത് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ്. അത് എൻ്റെ പ്രവർത്തകരാണെന്നുണ്ടെങ്കിലും അവരുടെ ഇതായിട്ടുള്ള വാർഡ്, ബൂത്ത്, ഇവിടെ എല്ലാം തന്നെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൂടാതെ നമ്മൾ കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളിലും എത്രയെത്ര ആൾക്കാരാണ്. ഒരുപക്ഷെ ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആ സൈഡിലുള്ളവരായിരിക്കും കൈ കാണിക്കുന്നത്, എനിക്ക് ചിലപ്പോൾ അത് കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വളരെ നല്ല സ്വീകരണമാണ് എനിക്ക് ഓരോ സ്ഥലത്തും
എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 100% പ്രതീക്ഷയാണ്. കാരണം എല്ലാവരും മനസ്സിലാക്കി, നമ്മൾ കേരളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളവരും നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 കൂട്ടരെയും കൊണ്ട് പോയി ജയിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നുള്ളത് മനസ്സിലായി. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, 60 കൊല്ലം കൊണ്ട് നമ്മുടെ ഇന്ത്യ നശിപ്പിച്ച് എടുത്ത ഒരു പാർട്ടിയുടെ ഒരാളാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ഇവിടെ കഞ്ഞി പോലും കുടിക്കാൻ വകയില്ലാത്ത രൂപത്തിൽ ഈ കേരളത്തിൽ ഒരു നയാ പൈസ പോലും ഖജനാവിൽ ഇല്ലാതാക്കിയിട്ട് അവർ തിന്നു മുടിക്കുന്ന ഒരു പാർട്ടിയുടെ ആളിനെയാണ് ഇവിടുത്തെ വേറൊരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ 2 പേരെയും ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാകാനാണ് എന്നുള്ളത് നിസ്സാരമായ ഒരു ചിന്താഗതി ഇതിൽ കൂടി മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് സാധിക്കുന്നതാണ്. അവർക്ക് സാധിക്കും. കാരണം ഇവിടെ അത്രയും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇപ്പം തന്നെ വഴിക്കൊക്കെ എഴുതി വച്ചിരിക്കുന്നു, ആലത്തൂരിൻ്റെ വികസനത്തിന് ഇത്രയും വർഷങ്ങൾ കിട്ടിയിട്ട് ആലത്തൂരിൻ്റെ വികസനത്തിന് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് ഇത് വീണ്ടും എഴുതി വച്ചിരിക്കുന്നത്. ആലത്തൂർ എന്തോന്ന് യോജിപ്പിക്കാനാണ് അവർ ആലത്തൂര്? അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ 2 കൂട്ടരും ജയിക്കുമെന്നോ അവരെ ആരെങ്കിലും പരിഗണിക്കുമെന്നോ. ജയിക്കുന്നത് പോട്ടെ, പരിഗണിക്കുക പോലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ 100% ഞാൻ തന്നെ ജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുമാത്രമല്ല, ഞാൻ പോയെങ്കിൽ മാത്രമേ ഈ ആലത്തൂരിൻ്റെ സമഗ്ര വികസനം സാധിക്കുകയുള്ളൂ. മോദിജിയാണ് മുകളിൽ വരാൻ പോകുന്നത്. ആ മോദിജിയുടെ ഒപ്പം മോദിജിയുടെ ആൾക്കാരാണ് പോകേണ്ടത്. ആരോ ഒരാൾ നേതാവ് പറഞ്ഞു മോദിജിക്ക് കുടുംബമില്ല, ആരുമില്ല എന്ന്. പക്ഷേ നമ്മളെല്ലാവരും പറഞ്ഞു ഞാൻ മോദിജിയുടെ കുടുംബാംഗമാണ്, ഞങ്ങളെല്ലാവരും മോദിജിയുടെ കുടുംബാംഗമാണ്. അപ്പോൾ ആ മോദിജിയുടെ കുടുംബാംഗമാണ് ഞാനും. എന്നെ ജയിപ്പിച്ച് വിട്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരു അവസരം എനിക്ക് തന്നു നോക്ക്. ഒന്നൊരവസരം തന്നു നോക്കൂ. നമ്മൾ ഇടതിനും വലതിനുമായിട്ട് കുറേ കാലം നമ്മൾ അവർക്ക് അവസരം കൊടുത്തു, ഒരുപാട് അവസരം നമ്മൾ അവർക്ക് കൊടുത്തു. ആ അവസരങ്ങളൊക്കെ അവർ സ്വന്തം കേസ് വീർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ രമ്യ കുറച്ച് കള്ളക്കണക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അത്ര കോടി ചിലവാക്കി ഇത്ര കോടി ചിലവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടുന്ന് എത്ര കോടി കിട്ടും? ഒരു MP-ക്ക് എത്ര കോടി കിട്ടും 5 കൊല്ലം കൊണ്ട്? ഒരു കണക്കില്ലേ അതിനൊക്കെ? അതിൽ തന്നെ എത്ര കുറച്ചാണ് ഇവിടെ ചിലവാക്കിയിട്ടുള്ളത്? കിട്ടിയ തുകയെങ്കിലും ഞാൻ കള്ളക്കണക്ക് പറഞ്ഞല്ല. ഒരു MP-ക്ക് 1 വർഷം കിട്ടുന്ന ഇത്ര, 5 വർഷം കിട്ടുന്ന ഇത്ര. ആ കണക്കിൽ നിന്നുള്ള തുക പോലും ഇവിടുത്തെ ഡെവലപ്മെൻറ്റിന് ചിലവാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ഈ വലിയ കള്ളക്കണക്കൊക്കെ പറയുന്നത് എന്താണെന്നറിയാവോ? അത് കേന്ദ്ര സർക്കാർ ഇവിടെ ഈ മണ്ഡലത്തിൽ ചിലവാക്കിയിട്ടുള്ള തുകയാണ്. എന്നിട്ടും പറയുന്നു കേന്ദ്രം ഒന്നും തരുന്നില്ല, കേരളത്തിനെ അവഗണിച്ചു. ഇവിടെ കണക്ക് നമ്മുടെ നിർമ്മലാ സീതാരാമൻജി പറഞ്ഞു, ഓരോ കാര്യത്തിൻ്റെയും കണക്കുകൾ ഇന്ന സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. കൊടുത്തോ? കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ, ഈ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അവർക്കൊരു പ്രശ്നമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീശ വീർപ്പിക്കൽ മാത്രമാണ്. ഒരു പണിയും എടുക്കാത്ത നമ്മുടെ ഒരു മുഖ്യമന്ത്രി എത്ര കോടികളുടെ ആസ്തി കൊണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടാണ്, എന്ത് ജോലിയാണ് ചെയ്തത്? ഞാനൊരു ഗസറ്റഡ് ഉദ്യോഗസ്ഥയായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥ, ഒരു ഗസറ്റഡ് സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു. ഫസ്റ്റ് ഗ്രേഡ് ജോലി തന്നെയാണ്, പല ഗ്രേഡുകളുണ്ട്. ആ ഫസ്റ്റ് ഗ്രേഡ് ഉദ്യോഗസ്ഥയായിരുന്നു ഞാൻ. എനിക്ക് എന്തോ സ്വത്താവുള്ളേ? എനിക്ക് കോടികളുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അപ്പോൾ ഈ അത്രയും പോലും ഒരു ജോലിയും ചെയ്യും, ഞാൻ എന്നെ ഇതാക്കി പറഞ്ഞല്ല, അതായത് ഇത്രയും പോലും ജോലി ചെയ്യാത്ത ഒരാൾക്ക് കോടിക്കണക്കിന് കോടി സ്വത്താണുള്ളത്. ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന നമ്മുടെ ആലത്തൂർ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരോടും എനിക്ക് പറയാനുള്ളത്, അവരെ ജയിപ്പിച്ച് നിങ്ങൾ മണ്ടരാകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മളാവില്ല എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് മോദിജിയുടെ ഗ്യാരണ്ടിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ MP ആയി കഴിഞ്ഞാൽ തന്നെ ഞാൻ വീണ്ടും എല്ലാ സ്ഥലത്തും ആലത്തൂരിൻ്റെ സകല മണ്ഡലങ്ങളിലും വരും, എല്ലാവരെയും കാണും, എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനുള്ള പരിഹാരം കാണാനുമായിട്ട് ഞാൻ വരും. അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയണം, ഞാനിവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുണ്ട്, എൻ്റെ NCC കേഡറ്റ്സ് ആയിരുന്നിട്ടുള്ളവരുണ്ട്. അതിൽ പലരും പോലീസും പട്ടാളക്കാരും ഒക്കെ ആയിട്ടുണ്ട്. കാരണം ഞാൻ 22 കൊല്ലം NCC ഓഫീസറായിരുന്നു. അപ്പോൾ അവരോടെല്ലാവരോടും കൂടെ ഉള്ള ഒരു അഭ്യർത്ഥനയും കൂടിയാണ്, അവരുടെ കുടുംബക്കാരും ഇനി വിക്ടോറിയ കോളേജിലത്തെ ഞാൻ വരുന്നതിന് മുമ്പുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബക്കാർ, പിന്നെ ഈ നാട്ടിലെ എല്ലാ മനുഷ്യ സ്നേഹികളോടും എനിക്ക് പറയാനുള്ളത്, ഒരു അഭ്യർത്ഥനയുള്ളത്,
വോട്ട് തന്ന് എന്നെ നിങ്ങൾ വിജയിപ്പിച്ച് ഒരു മാറ്റം നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് നോക്കുക. ഒരു പ്രാവശ്യം എനിക്കൊരു അവസരം തരിക, ഒരു പ്രാവശ്യം എനിക്കൊരു അവസരം തന്നു നോക്കൂ. ഞാൻ പറയുന്നൊന്നും ഞാൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വിട്ടോളൂ എന്നെ, പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് അവസരം തരൂ. കാരണം ഇത്രയും കാലം അവസരം കൊടുത്ത 2 കൂട്ടരാണ്. ആ 2 കൂട്ടർ ചെയ്തത് എന്താണെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഒരവസരം എനിക്ക് തരൂ. ഞാനിത് രാഷ്ട്രീയക്കാരിയായിട്ടല്ല ചോദിക്കുന്നത്, ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു അധ്യാപികയായിട്ടാണ് ചോദിക്കുന്നത്. എനിക്ക് ഒരവസരം തന്നു നോക്കൂ നിങ്ങൾ ദയവായിട്ട്. അതാണ് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന. താങ്ക് യു.